ഇവിടെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മഹാനവറുകൾ അവസാന കാലത്താണ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ് നമ്മളിടയിൽ അദ്ദേഹം വിദേശങ്ങളിൽ അറബ് നാടുകളിലൊക്കെ അറിയപ്പെടുന്നതോടുകൂടെ തന്നെ പഴയ കാലത്ത്, അതിന്റെ മുമ്പ് ഇവിടെ തലക്കൊടുത്തൂരൊക്കെ ദർസ് നടത്തിയ ആ കാലഘട്ടത്തിലും അറിയുന്നവരൊക്കെ അറിഞ്ഞിരുന്നു. ആ മഹാനവർ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന ശൈഖുന ശംസുൽ ഉലമയാണ്. അത് തന്നെ അവർക്ക് പരസ്പരം അറിയാമെന്നതിന്റെ ഉദാഹരണമല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ വഫാത്തോട് ബന്ധപ്പെട്ട് ഖബറിനൊരിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തങ്ങൾ നിയോഗിക്കപ്പെട്ടതുപോലെയാണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. ശൈഖുന ആസ്പത്രിയിൽ അന്ത്യനിമിഷം കിടക്കുമ്പോൾ ഫാത്തിമ ഹോസ്പിറ്റൽ കിടക്കുന്ന ആ രാത്രി, അന്ന് ഞാനും അവിടെ എത്തിപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങാതിര സമയത്ത് അവിടെ എത്തി. വാർഷികം, ആ 70-ാം വാർഷികത്തിന്റെ പിറ്റേന്ന് അന്ന് കടപ്പുറത്ത് വെച്ച് വിടുന്ന സമ്മേളനത്തിന്റെ ഇടയിൽ ഒരാള് വെള്ളത്തിൽ പോയി മരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഖബർ മറമാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ സ്വാഗത സംഘത്തിന്റെ കണക്കും കാര്യവും ഉണ്ടാകുന്ന ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഉണ്ട്. സമ്മേളനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി ഉറങ്ങുന്ന സമയത്താണ്. പഴയ മാനേജർ മൂസ മുസ്ലിയാരും ഉണ്ട്. അവര് പഴയ ഒരു ജീപ്പും ഉണ്ട്. ആ ജീപ്പിൽ കയറി എന്നെ കണ്ടപ്പോൾ മൂസലിയർ പറഞ്ഞ്, നിങ്ങളും വരി, നമ്മളൊരു സ്ഥലത്ത് പോകാണ്ടെന്ന് പറഞ്ഞു. എങ്ങട്ടാ പോകണമെന്നൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് കയറി. അങ്ങനെ ചെന്നത് ഇന്ന് നമ്മൾ വരക്കൽ മക്കാമിന്റെ മുമ്പിലുള്ള ആ വീട്, വാങ്ങിയ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്കാണ്. അവിടെ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടിയിൽ ഒരു കുട്ടിയുടെ ഒരു ഭർത്താവും ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങള് കൊലായിൽ കയറി അകത്തെ വാതിലിന്റെ മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ട് കുട്ടികളെവിടെ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടികൾ വന്ന് വാതിലിന്റെ മറവിൽ അവിടെ നിന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ആ നിന്ന നൃത്തത്തിൽ ഒരു 10-20 മിനിറ്റ് ഇവിടെ ഈ കിടക്കുന്നത് ആരാണ്, അതായത് അവിടെ മറവിട്ട് കിടക്കുന്ന അന്നത്തെ മക്കാമിൽ കിടക്കുന്ന നമ്മളെ വലിയ തങ്ങൾ, ഉപ്പാപ്പ, ഗൾഫിൽ നിന്ന് യമനിൽ നിന്ന് വന്ന ഉപ്പാപ്പ, അവരുടെ പരമ്പരയും അവരുടെ മഹത്വവും ഒക്കെ വളരെ അത്ഭുതത്തിൽ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. കുട്ടികൾ അതൊക്കെ ശ്രവിച്ചു. എന്നിട്ട് അന്ന് അത് കിടക്കാണ്. ഓടുമേഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്, പള്ളിയാണുള്ളത്. കൈക്കോലൊക്കെ തുരുമ്പി പിടിച്ചിട്ട് ചിലതൊക്കെ വീണിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇതിട്ടാ പറ്റല്ലോ, നമ്മുടെ ഉപ്പാപ്പനെ ഈ രൂപത്തിൽ നമ്മൾ അവഗണിച്ചാൽ പറ്റൂലല്ലോ, അതിനെ നമ്മൾ പരിപാലിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവസാനം കൊണ്ടെത്തിച്ച് അങ്ങോട്ടാണ്. അത് പരിപാലിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ എനിക്ക് തരി, ഞാൻ പരിപാലിച്ചോളാ എന്ന് പറയുകയും ചെയ്തു. വെറുതെ ആക്കണ്ട, അതിന് നിങ്ങൾക്കുള്ള പ്രതിഫലവും തരാ എന്നും പറഞ്ഞു. അപ്പൊ ആ കുട്ടികളെ പറഞ്ഞു, ആലോചിച്ച് ഇൻഷാ അല്ലാഹ് ഒരാഴ്ചനുള്ളിൽ മറുപടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചനുള്ളിൽ ആ കുട്ടികൾ തങ്ങളെ ഏൽപ്പിക്കാൻ, അതായത് സമസ്ത കുട്ടികൾ തീരുമാനിച്ചു എന്നർത്ഥം. പറയുമ്പം അന്നത്തെ ഒരു കുട്ടിയുടെ ഭർത്താവ് തന്നെ ആദർശപരമായി നമ്മളോട് സംഘടനയിലല്ല, എന്നിട്ടും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. വളരെ പെട്ടെന്ന് സമസ്തയുടെ കീഴിൽ ആ മക്കാമും ആ സ്ഥലവും ഒക്കെ വരികയും ചെയ്തു. അത് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പോയത്. അത് നമുക്ക് എടുക്കണം, വിലക്കെടുക്കണം. എന്ത് വില അനുസരിച്ച് ഒരു വിലക്കാണ് വന്നത്. അപ്പൊ അത് കീഴിൽ വന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ അവിടെയാണ് കിടക്കുന്നത്.
ബാലവി മുല്ലക്കോയ തങ്ങള്, അവരുടെ ഉപ്പാപ്പമാരും ഒക്കെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതിലുപരി ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അന്ത്യം അടുത്തിരിക്കുന്നു. എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ആയിരുന്നു അത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണോ തങ്ങള്, ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന രൂപത്തിലാണ് ആ സംഭവങ്ങൾ നടന്നത്. അങ്ങനെ അധികം കഴിയാതെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്തായി. ശൈഖുന അന്ത്യവിശ്രമം കൊള്ളാൻ അവിടെ ഇടം കണ്ടു. ഈ ഒരു ഈ ബന്ധങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഉപ്പാപ്പ, അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പയും യമനിൽ നിന്ന് വന്നവരാണ്. ആ രണ്ട് പരമ്പര, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തങ്ങളെ കൂടെ നടന്നതാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഉപ്പാപ്പ തങ്ങളുടെ കാത്തിബ്, എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കണ്ടി എന്ന കാത്തിബി എന്ന് ശൈഖുനാക്ക് പേര് വന്നതിന് ഇ.കെ. എന്ന് വരുന്ന ആ നിലക്കാണ്. ആ നിലക്കുള്ള ബന്ധത്തോടു കൂടെ ഉണ്ടാക്കപ്പെട്ട ആ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് മഹാന്മാർ തമ്മിലുള്ള കുറിച്ചും അവരുടെ അടുപ്പങ്ങളും അവരുടെ അർവാഹിയായ സമീപനങ്ങളൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഒരു മഹാന്മാരറിയും എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ അങ്ങനെയുള്ള വലിയ ഒരു പാണ്ഡിത്യത്തിന്റെയും അതുപോലെ തന്നെ സയ്യിദന്മാരുടെ ആ തറവാട്ടിലെ ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ആളുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബഹുമാനപ്പെട്ടവരുടെയും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അവരുടെ ഖബറുകളെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ.